ഹായ് ഹലോ ഗായ്സ് ഗായ്സ് അപ്പം ഞാൻ ബുക്സ് വായിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഞാൻ കമൻസൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുക്ക് വായിക്കാൻ തുടങ്ങി ചിലരൊക്കെയെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ എന്താ പറയുക, വായനാശീലം പുതുക്കിക്കൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ കമൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ എനിക്ക് വരുന്ന മാറ്റങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും കൂടി അത് ഉപകരിക്കുവാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയല്ലേ. നമ്മൾ കാരണം ഓരോരുത്തരും നന്നാവുന്നത് നല്ല കാര്യമാണ്. അപ്പം ബുക്സ് വായിക്കുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഫോണിൽ നോക്കി വായിക്കാതിരിക്കുക. നമുക്കിപ്പോൾ ഫോണിലൊക്കെ നമുക്ക് PDF ആയിട്ട് അവൈലബിൾ ആണ്. അല്ലാതെ കഥ കേൾക്കുന്നതും ഉണ്ട് അല്ലേ, അതിൻ്റെ ആപ്സൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ സത്യം പറഞ്ഞാൽ ഫോൺ വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഫോണിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനുള്ള പ്രോബ്ലംസൊക്കെ അറിയാമല്ലോ. ഓൾറെഡി എല്ലാവരും ഇപ്പോൾ ഫോണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ആരും ഫോൺ നോക്കി കഥകൾ വായിക്കാതിരിക്കുക. നമ്മുടെ ബുക്സ് ശരിക്കും ബുക്ക് വാങ്ങി ആ പേജുകൾ നമ്മൾ മറിച്ച് ആ ബുക്കിൻ്റെ സ്മെല്ലടിച്ച്, പഴയ ബുക്കൊക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട, നല്ല പഴയ ഒരു സ്മെല്ലുണ്ടാവില്ല. ഇത് പഴയ ബുക്കാണ്. അപ്പം ആ സ്മെല്ലടിച്ച് നമ്മൾ മറിച്ച് വേണം, അത് നമ്മൾ അതിനകത്തുകൂടി നമ്മൾ കടന്ന് വേണം വായിക്കാനായിട്ട്. ഫോണിലൊക്കെ നോക്കി വായിക്കുവാണെങ്കിൽ നമ്മുടെ കണ്ണിൽ കൂടി തന്നെ ഫോൺ നോക്കുമ്പോൾ റേഡിയേഷൻ അല്ല, നമ്മുടെ സ്ക്രീനിലെ ലൈറ്റ് കാരണം നമുക്ക് കണ്ണിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് പ്രോബ്ലംസ്, കണ്ണിൽ കൂടി വെള്ളം വരല്, കാഴ്ചശക്തി കുറവ്, അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഫോണിൻ്റെ ലൈറ്റ് കാരണം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ബുക്സ് വായിക്കുമ്പം ഫോണ് മാറ്റി വെച്ചേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ബുക്ക് വാങ്ങി ബുക്കിനകത്ത് തന്നെ ബുക്ക് മറിച്ച് ഓരോ പേജും മറിച്ച് വേണം നമ്മൾ ബുക്ക് വായിക്കാൻ. എങ്കിലാണ് അതിൻ്റെ ഒരു രസം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പം ബുക്കിനെ തഴുകി തലോടി അതിനകത്തൂടി ബുക്കിലൂടെ നമ്മൾ ജീവിച്ച് വേണം ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഫോണങ്ങ് മാറ്റി വെച്ചേക്ക് കേട്ടോ. ദിവസം ഒരു അരമണിക്കൂറെങ്കിലും എല്ലാവരും, അരമണിക്കൂർ വേണ്ട, അറ്റ്ലീസ്റ്റ് 5 മിനിറ്റെങ്കിലും നിങ്ങൾ ബുക്ക് വായിക്കുക.